നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. എല്ലാവരും ഓണത്തെയൊക്കെ വരവേൽക്കാൻ റെഡിയായി കഴിഞ്ഞാണ്. ഇന്ന് അർത്ഥം. ആദ്യം തന്നെ ഞാനും ഓണസദ്യയിൽ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഉപ്പേരിയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ന് കാ വറുത്തതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ വറുക്കാനായിട്ട് 4 കായാണ് എടുത്തേക്കുന്നത്. കായുടെ കറ കയ്യിൽ പെരളാതിരിക്കാൻ നമുക്ക് കയ്യിൽ അല്പം വെളിച്ചെണ്ണ തേച്ചെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് കായുടെ തൊലി പൊളിച്ചെടുക്കാം. ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി നമുക്ക് പൊളിച്ചെടുക്കാം. ഈ തൊലി കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, കളയേണ്ട ആവശ്യമില്ല. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കലക്കി നമുക്ക് ഈ കായ ഒരു 10 മിനിറ്റ് ഇതിനകത്ത് മുക്കി വെക്കാം. നമുക്കിതിലൊന്ന് നന്നായി കായ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഈ കായയിലെ വെള്ളം ഒന്ന് നമുക്ക് നന്നായി ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കണം. അതിനായിട്ട് ഞാൻ ടിഷ്യൂയിൽ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഈ 4 കായും നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ 4 കായും അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായി നമുക്ക് അല്പം കുഴിയുള്ളൊരു പാൻ വേണം എടുക്കാൻ. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് കാ മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് കായിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കായിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അന്നോട്ട് നമ്മൾ ചൂടാകാതെ കായിട്ടാൽ അതങ്ങ് കല്ലിച്ചും പോവും. ഒരു മീഡിയം പരുവം നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക്
കായിട്ട് കൊടുക്കാം. എണ്ണ മുങ്ങി നിൽക്കാൻ മാത്രമുള്ള പാകത്തിനുള്ള കാ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞളും ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളോട് ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. കാ ഒരുവിധം മൂത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഈ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2-2.5 സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാ ഇങ്ങനെ മൂത്ത് വരുന്നത് പെട്ടെന്ന് കണ്ടാൽ നാട്ടിലുള്ള നമ്മുടെ അമ്മമാരെ പോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഉപ്പേരി എടുത്ത് ഒടിച്ചു നോക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വറവ് കറക്റ്റ് പരുവമായിട്ടുണ്ട് എങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. ഞാൻ എണ്ണ പോകാനായിട്ട് ഈ പേപ്പറിലേക്കാണ് കോരിയിടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ബാക്കിയിരിക്കുന്ന കായോട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ കായ വീട്ടിൽ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ തവണ ഓണത്തിന് എല്ലാവരും വീട്ടിൽ തന്നെ കാ വറുക്കണം.